ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമ. ഓം ശ്രീ ലളിതാദേവ്യേ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 176, 177 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഇനിയും കുറച്ച് ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. കുറേ കൂടുതൽ പറയാനുള്ളത് കൊണ്ട് 2 ശ്ലോകം മാത്രമേ ഇന്നും എടുക്കുന്നുള്ളൂ. അപ്പം 178ഉം 179ഉമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം 177 ശ്ലോകങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ നാമങ്ങൾ 970 നാമങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് 971 മുതലുള്ള നാമങ്ങൾ പഠിക്കണം. 178ഉം 179ഉം ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകം വായിക്കാം. സുവാസിന്യർച്ചന പ്രീതാശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി. ഇതാണ് 2 ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകത്തിൽ 6 നാമങ്ങളാണ്. സുവാസിന്യ അർച്ചന പ്രീത ആദ്യത്തെ നാമം. രണ്ടാമത്തെ നാമം ആശോഭന. മൂന്നാമത്തെ നാമം ശുദ്ധമാനസ. നാലാമത്തെ നാമം ബിന്ദുതർപ്പണ സന്തുഷ്ട. അഞ്ചാമത്തെ നാമം പൂർവജ. ആറാമത്തെ നാമം ത്രിപുരാംബിക. 6 നാമങ്ങൾ. ഒന്നുകൂടെ പറയാം. സുവാസിന്യ അർച്ചന പ്രീത ആശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക. ഇതാണ് 6 നാമങ്ങൾ. ആദ്യത്തെ നാമം എടുത്തു നോക്കാം. സുവാസിന്യ അർച്ചന പ്രീത. സുവാസിന്യ അർച്ചന പ്രീത. സുവാസിനി, സുവാസിനി, സുമംഗലി എന്നൊക്കെ അർത്ഥം. അപ്പോൾ സുവാസിന്യ അർച്ചന പ്രീത, സുവാസിനികളാൽ അർച്ചിക്കപ്പെടുന്ന അർച്ചന, അല്ലെങ്കിൽ സുവാസിനികളാൽ അർച്ചിക്കുമ്പോൾ അതിൽ പ്രീതിയായിരിക്കുന്നവളെന്നും സുവാസിനികൾ ചെയ്യുന്ന അർച്ചനയിൽ പ്രീതിയായിരിക്കുന്നവളെന്നും ഒക്കെ അർത്ഥം. അതായത് സുവാസിനി എന്ന് പറഞ്ഞാൽ സുമംഗലികളായ സ്ത്രീകൾ, ഭർത്താവുള്ള സ്ത്രീകൾ, അവരാണ് സുമംഗലികൾ. അപ്പോൾ സുമംഗലികളായ സ്ത്രീകൾ ചെയ്യുന്ന പൂജയിൽ ദേവി പ്രീതയായിരിക്കുന്നു, സന്തുഷ്ടയായിരിക്കുന്നു. ഇനി സുവാസിനികൾക്ക് വേണ്ടി ചെയ്യുന്ന പൂജയിലും ദേവി സംതൃപ്തയായിരിക്കുന്നു, പ്രീതയായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പല പൂജകളും ചെയ്യാറുണ്ടല്ലേ. ലേഡീസ് ഒരു കലശ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് മറന്നുപോയി. വ്രതം എടുത്തിട്ട് എല്ലാ വ്യാഴാഴ്ചയും വ്രതം എടുത്ത് അത് കാലം കൂടുന്ന ഒരു പൂജയുണ്ട്. പിന്നെ പല പൂജകളും അത് കഴിയുമ്പോൾ സമാപനം ചെയ്യുമ്പം സുമംഗലികളായ സ്ത്രീകളെ വിളിച്ച് അവർക്ക് ഹൽദി കുങ്കുമം കൊടുക്കും, അവരെ പൂജിക്കും. അങ്ങനെയുള്ള ഉപാസനാ രീതികൾ കുറേ ഉണ്ട് നമ്മളുടെ പൂജകൾ. അതിലൊക്കെ ഈ സൗമംഗല്യമുള്ള സ്ത്രീകൾ, സുമംഗലികളായ സ്ത്രീകൾക്ക് നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഹൽദി കുങ്കുമം എന്നാണ് പറയുക. മലയാളത്തിൽ പറയുവാണെങ്കിൽ മഞ്ഞളും കുങ്കുമവും കൊടുത്ത് കുങ്കുമം, മഞ്ഞൾ, പൂവ്, ഇത് 3ഉം പ്രധാനം.
കാരണം ഒരു സുമംഗലിയായ സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കുങ്കുമമാണ്. ഹൽദിയും കുങ്കുമവും, മഞ്ഞളും കുങ്കുമവും അത് സൗമംഗല്യത്തിൻ്റെ പ്രതീകമാണ്. കൂടാതെ പൂ ചൂടുന്നത്. ഒരു വിധവയായ സ്ത്രീകൾ കുങ്കുമപ്പൊട്ട് തൊടും. ആ ഒട്ടിക്കുന്ന പൊട്ടൊക്കെ തൊടുകയുള്ളൂ, അല്ലാതെ കുങ്കുമം തൊടില്ല. കുങ്കുമപ്പൊട്ട് തൊടുകയും അതുപോലെ തന്നെ ഹൽദിയും കുങ്കുമവും, ഹൽദിയും മംഗളകാരിയാണ്, മംഗളത്തെ സൂചിപ്പിക്കുന്നതാണ് ഹൽദി അതാ മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞളും കുങ്കുമവും പൂവും കൂടി കൊടുത്ത് സുമംഗലികളായ സ്ത്രീകളെ പൂജിക്കുന്ന രീതിയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഹൽദി കുങ്കുമം. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പൂജകളിൽ ദേവി പ്രീതയായിരിക്കുന്നു എന്ന് അർത്ഥത്തിലാണ് ഇവിടെ സുവാസിനി അർച്ചന പ്രീത. സുവാസിനികൾ ചെയ്യുന്ന അർച്ചനയിൽ പ്രീതയായവൾ, സുമംഗലികളായ സ്ത്രീകൾ ചെയ്യുന്ന പൂജയിൽ സന്തോഷിക്കുന്നവൾ എന്നൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം സുവാസിനികൾക്കായി അല്ലെങ്കിൽ സുവാസിനികളെ ബഹുമാനിക്കുക, പൂജിക്കുക ഒക്കെ ചെയ്യുന്ന പൂജയിലും പ്രീതയായിരിക്കുന്നവൾ എന്നർത്ഥം. അപ്പോൾ രണ്ട് ഇത് സുവാസിന്യ അർച്ചന പ്രീത. അടുത്ത നാമം ആശോഭന. ശോഭന എന്നുള്ള നാമം നമ്മൾ 462 നാമത്തിൽ കണ്ടു. അതിന് നമ്മൾ സുന്ദരിയായവൾ, സുന്ദരി, ശോഭനയായവൾ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. ഇവിടെ ആശോഭന എന്നാണ്. അതായത് ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം പോലും ആവർത്തിക്കാൻ പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ശോഭന എന്ന് കണ്ടു, ഇവിടെ ആശോഭന. ആസമന്താത് ശോഭനയായവൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സുന്ദരി അല്ലെങ്കിൽ സർവാംഗ സുന്ദരിയായവൾ, ത്രിപുര സുന്ദരി എന്നൊക്കെ ദേവിക്ക് പേരുണ്ട്. അപ്പം സൗന്ദര്യം ദേവിയെ കഴിഞ്ഞും കൂടുതൽ ആർക്കുമില്ല. അപ്പം ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവൾ ത്രൈലോക്യ സുന്ദരി, 3 ലോകത്തിലും വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവൾ ദേവി ത്രൈലോക്യ സുന്ദരി എന്നൊക്കെ ദേവിക്ക് പേരുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ശോഭയുള്ളവൾ ത്രിപുര സുന്ദരി എന്നർത്ഥം. ആസമന്താത് ശോഭനയായവൾ എന്നൊക്കെ അർത്ഥം. അടുത്തത് പിന്നെ നമ്മൾ നേരത്തെ വേറെ നാമവും പഠിച്ചു അല്ലേ, കുറേ ശോഭന എന്നുള്ളത്. പിന്നെ ശോഭന, സുലഭാഗതി എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശോഭന എന്നുള്ള വാക്ക് ശുഭത്തെ ചെയ്യുന്നവൾ ശോഭന, അപ്പോൾ ശുഭമായവൾ, ശോഭനയായവൾ എന്നൊക്കെ അർത്ഥം. പ്രകാശിക്കുന്നവൾ, തിളങ്ങുന്നവൾ, സൗന്ദര്യമുള്ളവൾ എന്നൊക്കെ എടുക്കാം. അടുത്ത നാമാണ് ശുദ്ധമാനസ. ശുദ്ധമായ മനസ്സോടുകൂടിയവൾ, മനസ്സോടുകൂടിയവൾ. ശുദ്ധം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സോടുകൂടിയവൾ. നമ്മളൊക്കെ പരിശുദ്ധയല്ലേ എന്ന് ചോദിക്കും. അല്ല, നമ്മളിലൊക്കെ എന്തുണ്ട്? ഈ കാമക്രോധ മോഹലോഭ ദ്വേഷങ്ങൾ അതുണ്ട് നമ്മളിലൊക്കെ. പക്ഷേ ദേവിയിൽ അതൊന്നുമില്ല, രാഗദ്വേഷങ്ങളൊന്നുമില്ല. അതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ദേവിക്ക് പേര് ശുദ്ധമാനസ. രാഗദ്വേഷങ്ങളാകുന്ന മാലിന്യങ്ങളൊന്നും ഇല്ലാത്തവൾ. എല്ലാവരിലും ദേവി സമഭാവനയാണ്. ഒരു ചണ്ടാലയായാലും ഒരു ബ്രാഹ്മണരായാലും ഏത് ഇതിലുള്ളവരും എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ മനസ്സുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ആ സമഭാവനയുള്ളവളാണ്. അതുകൊണ്ട് ദേവിക്ക് മാനസ എന്ന പേര്. ശുദ്ധമാനസ, പരിശുദ്ധമായ മനസ്സോടുകൂടിയവൾ എന്നർത്ഥം. കളങ്കങ്ങളൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. അടുത്ത നാമം ബിന്ദു തർപ്പണ സന്തുഷ്ട. ബിന്ദു ശ്രീചക്ര പൂജയിൽ ശ്രീചക്രത്തിൽ ഏറ്റവും മധ്യത്തായിട്ട് 9 ആവരണങ്ങളെ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ആ ചക്രത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് ഒരു ചെറിയ ത്രികോണമുണ്ട്. ആ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ബിന്ദു, അതാണ് ബിന്ദു എന്ന് പറഞ്ഞത്.
അപ്പോൾ ആ ബിന്ദുവിൽ തർപ്പണം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ ബിന്ദുവിൽ പൂജ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ബിന്ദു തർപ്പണ സന്തുഷ്ട, ശ്രീചക്ര ബിന്ദുവിൽ പൂജിക്കുന്നതിൽ തൃപ്തിപ്പെടുന്നവൾ ലളിതാംബിക. അതായത് 9 ആവരണങ്ങളിൽ അവസാനത്തെ ആവരണമാണ് ബിന്ദു. സർവാനന്ദമയ ചക്രം എന്ന് പറയും. അതിന് പേര്. മഹാകാമേശ്വരൻ്റെ മടിയിലിരിക്കുന്ന ഭാവത്തിലാണ് ദേവി അവിടെ ഇരിക്കുന്നത്. ശ്രീചക്ര ബിന്ദുവിൽ പൂജകൾ ചെയ്യുമ്പോൾ ദേവി സന്തുഷ്ടയാകുന്നു. അല്ലേ? പൂജയുടെ അവസാനം ദേവി നല്ല ചിരിച്ചുകൊണ്ടിരിക്കും. അതായത് മഹാദേവൻ ആ ബിന്ദുവിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ദേവി മഹാദേവൻ്റെ മടിയിലിടത്തെ തുടയിൽ ഇരിക്കുന്നു. ദേവിയുടെ മടിയിൽ സുബ്രഹ്മണ്യസ്വാമി ഇരിക്കുന്നു. ഇപ്പുറത്തെ വലത്തെ തുടയിൽ ഗണപതി ഇരിക്കുന്ന ശിവകുടുംബത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. ശിവകുടുംബ ഫോട്ടോ കുടുംബങ്ങളിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വൈക്കത്ത് അമ്പലത്തിൽ വൈകുന്നേരം സായാഹ്ന പൂജ കഴിയുമ്പം ഭഗവാൻ കാറ്റുകൊള്ളാനായിട്ട് അവിടെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു കൂവളമുണ്ട്. അമ്പലത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ആ കൂവളത്തിൻ്റെ മുകളിൽ ഭഗവാൻ ദേവിയെ ഇടത്തെ മടിയിലിരുത്തിയും കുടുംബമായിട്ട് ഇരിക്കുന്നെന്നാണ് സങ്കല്പം. അതുകൊണ്ട് കുടുംബസ്ഥരായി തൊഴാൻ പോകുന്നവരൊക്കെ വൈകുന്നേരമാണ് പോകുന്നത്. വൈക്കത്ത് അമ്പലത്തിൽ, ഏറ്റുമാനൂരമ്പലത്തിലൊക്കെ രാവിലെ ദക്ഷിണാമൂർത്തി രൂപവും ഉച്ചയ്ക്ക് ഉഗ്രമൂർത്തിയും വൈകുന്നേരം കുടുംബ ഇതുമാണ്. അതാണ് ഇവിടെ. അപ്പോൾ ആ മഹാകാമേശ്വരൻ അല്ലെങ്കിൽ ആ മഹാദേവൻ്റെ മടിയിലിരിക്കുന്ന ഭാവത്തിൽ ദേവി ഇരിക്കുന്നു. ആ ബിന്ദുവിൽ, ചക്രബിന്ദുവിൽ. ശ്രീചക്ര പൂജ അറിയുന്നവർക്കറിയാം. ആ നടുക്കുള്ള സെൻറ്ററിലുള്ള ചെറിയ ബിന്ദുവിൽ ദേവി ഇരിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ബിന്ദു തർപ്പണ സന്തുഷ്ട. ആ ബിന്ദുവിൽ പൂജ ചെയ്യുമ്പോൾ അതിൽ തർപ്പണം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ. അടുത്ത നാമാണ് പൂർവജ. പൂർവജ എന്ന് പറഞ്ഞാൽ പൂർവം, പണ്ട്, അല്ലെങ്കിൽ നേരത്തെ, അല്ലെങ്കിൽ മുൻപേ എന്നൊക്കെ അർത്ഥം. പൂർവം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് എന്നൊക്കെ പറയാം. പൂർവജൻ, മുൻപ് ജനിച്ചവൻ എന്ന് പറഞ്ഞാലോ ജ്യേഷ്ഠൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാത്തിനും മുൻപേ ജനിച്ചവൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ദേവിക്ക് മുൻപ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദേവിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് പേര് പൂർവജ. ഇനി ദേവിക്ക് ജനനമുണ്ടോ? ഇപ്പോൾ ജനിച്ചവൾ എന്ന് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ദേവിക്ക് ജനനമുണ്ടോ? ജനനമില്ല. അജയാണ് ദേവി. എന്നാലും എല്ലാവർക്കും മുമ്പേ ഉള്ളവൾ എന്ന അർത്ഥത്തിലും നിത്യയായതുകൊണ്ടും ദേവി അജയുമാണ്. അപ്പോൾ പൂർവജ എന്ന ദേവിക്ക് പേര്. എല്ലാത്തിനും മുൻപേ ഉള്ളവൾ. എല്ലാം ദേവിയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ദേവിക്ക് മുൻപ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അടുത്ത നാമാണ് ത്രിപുരാംബിക. ത്രിപുരാംബിക അതായത് ത്രിപുരം 9 ആവരണങ്ങളുള്ള ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിൽ 8ാമത്തെ ചക്രത്തിൽ, ആ സർവസിദ്ധിപ്രദ എന്ന ചക്രത്തിൽ അല്ലേ, ത്രൈലോക്യ മോഹന ചക്രം, സർവ ആശാപരിപൂരക ചക്രം, പിന്നെ സർവ സംക്ഷോഭണ ചക്രം, സർവ സൗഭാഗ്യദായക ചക്രം, സർവാർത്ഥസാധക ചക്രം, സർവരക്ഷാകര ചക്രം, സർവരോഗഹര ചക്രം, സർവസിദ്ധിപ്രദ ചക്രം, സർവ ആനന്ദമയ ചക്രം. ഇങ്ങനെ 9 ചക്രങ്ങൾ. അതിൽ ആ ത്രിപുരാംബയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ഈ 9 ആവരണങ്ങൾ ഏതൊക്കെയാണ്? 9 ആവരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ത്രൈലോക്യമോഹന ചക്രം, ആ ചക്രങ്ങളെ പറയുന്നത്. ത്രൈലോക്യമോഹന ചക്രം, സർവ ആശ പരിപൂരക ചക്രം, സർവ സംക്ഷോഭണ ചക്രം, സർവ സൗഭാഗ്യദായക ചക്രം, സർവാർത്ഥസാധക ചക്രം,
സർവരക്ഷാകരചക്രം, സർവരോഗഹരചക്രം, സർവസിദ്ധിപ്രദചക്രം, സർവ ആനന്ദമയ ചക്രം. ഇങ്ങനെ 9 ചക്രങ്ങൾ. ഈ ചക്രങ്ങളെ ആവരണങ്ങൾ എന്നാണ് പറയുക. അപ്പം ഈ എല്ലാ ആവരണങ്ങൾക്കും ഓരോ യോഗിനിമാർ അധിഷ്ഠാന ദേവതകളായിട്ടുണ്ട്. ഓരോ ആവരണത്തിനും ഓരോ ദേവതമാർ. ആ ദേവതമാരെ അതിൽ 8ാമത്തെ ഇതിൻ്റെ ദേവതയാണ് ത്രിപുരാംബിക. 8ാമത്തെ ചക്രത്തിൻ്റെ അതിദേവത, ആ സർവസിദ്ധിപ്രദ ചക്രം എന്ന ചക്രത്തിൻ്റെ ദേവതയാണ് ത്രിപുരാംബിക. അപ്പോൾ ആ ത്രിപുരാംബയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആവരണങ്ങളുടെ അധിഷ്ഠാന ദേവതകളിൽ 8ാമത്തെ ദേവത. ആ ത്രികോണത്തിൽ ആ ബിന്ദുവിലിരിക്കുന്നുണ്ട്. ആ ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ആ ബിന്ദുവിലാണ് ഈ 9ാമത്തെ ആവരണം, അതായത് 9ാമത്തെ ദേവത ഉള്ളത്. അപ്പോൾ 9ാമത്തെ ദേവത ഈ 3 അതിൻ്റെ മധ്യത്തിൽ ബിന്ദുവിൽ കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി എന്ന് 3 പേര് ത്രിപുരാംബികയെ സേവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 ത്രിപുരാംബിക 3 ത്രിപുരങ്ങളെയും ത്രിപുരാംബയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഏതാ ഈ 3 പുരം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി എന്ന് 3 ദേവിമാർ. ആ 3 ദേവിമാർ ത്രിപുരാംബികയെ സേവിക്കുന്നു. ത്രിപുരാംബിക ആരാണ്? 8ാമത്തെ ആവരണത്തിൻ്റെ അധിഷ്ഠാന ദേവത. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് അത്ര ശ്രീചക്ര പൂജ വശമില്ല. അതറിയുന്നവർക്കത് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും വിചാരിക്കുക, 9 ആവരണങ്ങളിൽ 8ാമത്തെ ആവരണമായ സർവസിദ്ധിപ്രദ എന്ന ചക്രത്തിൽ 9 ചക്രങ്ങളുണ്ടെന്നും അതിൽ 8ാമത്തെ ചക്രമായ അതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരാംബികയെന്നും ആ ത്രിപുരാംബിക രൂപത്തിലിരിക്കുന്നവൾ, സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ത്രിപുരാംബിക എന്ന് ദേവിക്ക് പേര്. അപ്പം ഈ ശ്ലോകത്തിൽ സുവാസിന്യ അർച്ചന പ്രീത, സുവാസിനികളാൽ ചെയ്യുന്ന അർച്ചനയിൽ പ്രീതിയായിരിക്കുന്നവളെന്നും സുവാസിനികൾക്കായി ചെയ്യുന്ന പൂജകളിൽ പ്രീതിയായിരിക്കുന്നവളെന്നും അർത്ഥം. ആ ശോഭന ആസമന്താത് ശോഭനയായവൾ, സർവാംഗസുന്ദരി എന്നർത്ഥം. ശുദ്ധമാനസ, പരിശുദ്ധമായ മനസ്സോടുകൂടിയവളെന്നും ബിന്ദു തർപ്പണ സന്തുഷ്ട, ബിന്ദുവിൽ തർപ്പണം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവളെന്നും പൂർവജ, എല്ലാത്തിനും മുൻപേ ജനിച്ചവളെന്നും ത്രിപുരാംബിക 3 പുരങ്ങൾ ത്രിപുരാംബയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം. അപ്പം ഈ ശ്ലോകം സുവാസിന്യർച്ചന പ്രീത ശോഭന, ഇവിടെ വായിക്കുമ്പം പ്രീത ശോഭന എന്നൊന്നിച്ച് വായിക്കണം, ഒറ്റ നാമമായിട്ട്. പഠിക്കുമ്പോൾ നമ്മളത് 2 നാമമാണ്. സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക. ഇതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നാമാർച്ചന ചെയ്യുമ്പോൾ, നാമാവലി അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ നാമാവലി ചൊല്ലുമ്പോൾ സുവാസിന്യ അർച്ചന പ്രീതായൈ നമഃ, ഓം സുവാസിന്യർച്ചന പ്രീതായൈ നമഃ, ഓം അശോഭനായൈ നമഃ എന്നാണ് നാമാവലിയിൽ വരിക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം ദശമുദ്രാസമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി. അതായത് ദശമുദ്രാസമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി. 5 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. ദശമുദ്രാ സമാരാധ്യ ആദ്യത്തെ നാമം, ത്രിപുരാ ശ്രീവശങ്കരി 2ാമത്തെ നാമം, ജ്ഞാനമുദ്ര 3ാമത്തെ നാമം,
ജ്ഞാനഗമ്യ നാലാമത്തെ നാമം, ജ്ഞാനജ്ഞേയ സ്വരൂപിണി അഞ്ചാമത്തെ നാമം. അപ്പം 5 നാമങ്ങൾ. ഇതിലാദ്യത്തെ നാമം എടുത്തു നോക്കാം. ദശമുദ്രാ സമാരാധ്യ. ദശമുദ്രാ സമാരാധ്യ. ദശം എന്ന് പറഞ്ഞാൽ 10. ഏകം, ദ്വിതീയം, തൃതീയം, ചതുർത്ഥി, പഞ്ചമം, ഷഷ്ടം, സപ്തമി, സപ്തമം, അഷ്ടക എന്ന് പറയാം, അല്ലെങ്കിൽ അഷ്ടാദശം എന്നൊക്കെ പറയും. നവമി 9, 10 ദശം. ദശം എന്ന് പറഞ്ഞാൽ 10ാമത്തെ. 1, 2, 3, 4, 10 വരെ ചൊല്ലിയാൽ 10ാമത്തെയാണ് ദശം. ദശം എന്ന് പറഞ്ഞാൽ ആ ദശമുദ്ര. മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ വായ കൊണ്ട് പറഞ്ഞ് സംസാരിച്ച് പൂജ ചെയ്യുന്നത്, അതുപോലെയല്ല നമ്മളുടെ ശരീരത്തിലെ ഭാഗങ്ങളെ കൊണ്ട് മുദ്രകൾ ചെയ്ത്, ശരീര അവയവങ്ങളെ കൊണ്ട് ഭക്തിയേക്കാളും ശക്തിയാണ് ഈ മുദ്ര കൊണ്ട് പൂജിക്കുന്നത് ദേവിയെ. അതായത് സംസാരിക്കുന്നതിലും സംസാരിച്ച് പൂജ ചെയ്യുന്ന മന്ത്രങ്ങളാണ് സംസാര മുദ്ര. അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, അതായത് മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുന്നതിലും ശക്തിയാണ് മുദ്ര പൂജയ്ക്ക്. അപ്പോൾ 10 മുദ്രകളെ കൊണ്ട് പൂജിക്കുക ദേവിക്ക്. അപ്പോൾ ദേവി ആരാധനയിൽ നമ്മളുടെ ശരീരാവയവങ്ങളെ കൊണ്ട് പൂജിക്കുന്ന രീതിയാണ് ദശമുദ്രാ സമാരാധ്യ. സമാരാധ്യ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടേണ്ടവൾ. ആരാധ്യ എന്ന് പറഞ്ഞാൽ സമ്യക്കായി ആരാധിക്കും, നല്ല പോലെ ആരാധിക്കപ്പെടേണ്ടവൾ. അപ്പോൾ ദശമുദ്രകളാൽ സമ്യക്കായി ആരാധിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥത്തിലാണ് ദശമുദ്രാ സമാരാധ്യ. ഇനി ഈ അനേക മുദ്രകളുണ്ട്. നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് മുദ്രകൾ കാണിച്ച് പൂജിക്കാൻ അനേക വിദ്യകൾ. അതിൽ മുദ്രകൾ കുറേ ഉണ്ട്, 50ഓളം മുദ്രകളുണ്ട്. അതിൽ നമ്മൾ 10 ഇവിടെ പറഞ്ഞുള്ളൂ. അത് നമ്മളുടെ 9 ആവരണങ്ങളിൽ 9 എന്താ പറയുക, ഓരോ ദേവതമാരുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ മുദ്രകളെല്ലാം അതിനോട് അതായത് എന്താ പറയുക, എല്ലാ സമർപ്പണ ശക്തിയോടും അല്ലെങ്കിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ഈ മുദ്രകളെ കൊണ്ട് ആഭരണ പൂജയിൽ പൂജ ചെയ്യുമ്പോൾ എല്ലാത്തിനും ചേർത്ത്, അതായത് മുദ്രകളെ കൊണ്ട് പൂജിക്കുന്ന ആ ഓരോ ചക്രത്തിൽ നിന്നും അടുത്ത ചക്രത്തിലേക്ക് നമ്മൾ പൂജ ചെയ്ത് കടത്തി വിടുവാണ്. 10ാമത്തേതിൽ ചെന്ന് ദേവിയുമായി ഐക്യം പ്രാപിക്കുന്നു. അപ്പോൾ ഓരോ ആവരണങ്ങളിൽ കൂടി കടന്ന് 10 ആവരണങ്ങളിൽ ചെല്ലുന്നു. ആ 10ാമത്തേതിലാണ് ദേവി ഇരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ദേവിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇവിടെ 10 മുദ്ര പറഞ്ഞതാ. 10 മുദ്രകൾ ഞാനൊന്ന് ഓടിച്ച് പറയാം. പഠിക്കേണ്ടതൊന്നുമല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ. ഒന്നാമത്തേത് സർവ സംക്ഷോഭിണി എന്ന മുദ്ര. രണ്ടാമത്തെ സർവ വിദ്രാവിണി മുദ്ര. മൂന്നാമത്തെ സർവ ആകർഷിണി മുദ്ര. നാലാമത്തെ സർവ വശങ്കരി മുദ്ര. അഞ്ചാമത്തെ സർവ ഉന്മാദിനി മുദ്ര. ആറാമത്തെ സർവ മഹാങ്കുശ എന്ന മുദ്ര. ഏഴാമത്തെ സർവ ഖേചരി എന്ന മുദ്ര. എട്ടാമത്തെ സർവസിദ്ധിപ്രദ. അല്ലേ, എട്ടാമത്തെ അത് ദേവിയാണല്ലേ, എട്ടാമത്തെ ദേവി, അതിൻ്റെ ദേവത ത്രിപുരാംബിക അല്ലേ. അപ്പോൾ 9 യോനിമുദ്ര, 10 ത്രികണ്ഠ. എട്ടാമത്തെ എനിക്ക് ചെറിയ സംശയമുണ്ട്. എട്ടാമത്തെ ചക്രം സർവസിദ്ധിപ്രദം എന്ന ചക്രം. അതിൽ അധിഷ്ഠാന ദേവത ത്രിപുരാംബിക. അപ്പം
9 സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവവശങ്കരി, സർവോന്മാദിനി, സർവമഹാങ്കുശ, സർവഖേചരി, സർവസിദ്ധിപ്രദ, യോനിമുദ്ര, ത്രികണ്ഠ. ഇങ്ങനെ 10 മുദ്രകൾ. ഈ 10 മുദ്രകളെ കൊണ്ട് പൂജിക്കപ്പെടേണ്ടവളാണ് ദേവി എന്നർത്ഥം. അപ്പോൾ ഓരോ ആവരണങ്ങളിൽ കൂടി, ഓരോ ചക്രങ്ങളിൽ കൂടി കടന്ന് 10ാമത്തെ ചക്രത്തിലെത്തുന്നു. അവിടെ ദേവിയുമായി ഐക്യം പ്രാപിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് പേര് ദശമുദ്രാ സമാരാധ്യ, ദശമുദ്രകളാൽ സമ്യക്കായി ആരാധിക്കപ്പെടേണ്ടവൾ. അടുത്ത നാമം ത്രിപുരാ ശ്രീ വശങ്കരി. ത്രിപുരാദേവി നമ്മൾ കണ്ടുല്ലേ, ത്രിപുരാംബിക. 8ാമത്തെ ചക്രത്തിൻ്റെ ദേവതയാണ് ത്രിപുരാംബിക. അപ്പം ആ ത്രിപുരാ ശ്രീ വശങ്കരി, ആ ത്രിപുരാശ്രീയെ വശീകരിക്കുന്നവൾ. ത്രിപുരാശ്രീ ശ്രീചക്ര വ്യവസ്ഥകളിൽ 9 ആവരണങ്ങളിൽ 5ാമത്തേതാണ്. 5ാമത്തെ ആവരണമായ സർവാർത്ഥസാധക ചക്രത്തിൽ യോഗിനികളിൽ ശ്രേഷ്ഠയായിരിക്കുന്നവളാണ്. എല്ലാ യോഗിനികളെയും ഈശിക്കുന്നവൾ. സർവാർത്ഥസാധക ചക്രത്തിൽ യോഗിനികളിൽ ശ്രേഷ്ഠയായ ത്രിപുരാശ്രീ വശങ്കരി, ത്രിപുരാശ്രീ എന്ന യോഗിനിയെ വശീകരിക്കുന്നവൾ. വശങ്കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വശത്താക്കുക, അതിനെയാണ് വശങ്കരി. കരി ചെയ്യുന്നു, വശത്താക്കുന്നു എന്നർത്ഥം. അപ്പോൾ ത്രിപുരാശ്രീയെ വശീകരിക്കുന്നവൾ എന്നർത്ഥം. സർവാർത്ഥസാധക ചക്രത്തിൽ ത്രിപുരാശ്രീയെ വശീകരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ത്രിപുരസുന്ദരി ശ്രീചക്രത്തിൽ മുഴുവൻ അധീനത്തിലായിരിക്കുന്നു. അധീനതയെല്ലാം വഹിക്കുന്നത് ആ ബിന്ദുസ്ഥാനത്താണ് ഈ ത്രിപുരസുന്ദരി ഇരിക്കുന്നത്. അപ്പം ഈ ത്രിപുരാശ്രീയെ വശീകരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിക്ക് ത്രിപുരാശ്രീ വശങ്കരി എന്ന പേര് അല്ലേ. 9 ആവരണങ്ങൾ. ആ 9 ആവരണ ശ്രീചക്ര വ്യവസ്ഥയിലുള്ള 9 ആവരണങ്ങളിൽ 9 ചക്രങ്ങളിൽ 5ാമത്തെ ആവരണം അല്ലെങ്കിൽ ചക്രമായ സർവാർത്ഥസാധക ചക്രത്തിൽ യോഗിനികളിൽ ശ്രേഷ്ഠയായിരിക്കുന്നവൾ, എല്ലാ യോഗിനികളെയും ഈശിക്കുന്നവൾ. സർവാർത്ഥസാധക ചക്രത്തിൽ യോഗിനികളിൽ ശ്രേഷ്ഠയായ ത്രിപുരാശ്രീ എന്ന യോഗിനിയെ വശീകരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ത്രിപുരാശ്രീ വശങ്കരി എന്ന ദേവിക്ക് പേര്. അടുത്ത നാമാണ് ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്ര എന്ന് ദേവിക്ക് പേര്. അപ്പം ജ്ഞാനമുദ്രാരൂപിണിയായവൾ. ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞാലോ, നമ്മുടെ അയ്യപ്പസ്വാമിയുടെ വലത് കൈ ജ്ഞാനമുദ്രയിലാണ് വെച്ചിരിക്കുന്നത്. അയ്യപ്പസ്വാമി തന്നെയല്ല, ശ്രീ ശങ്കരാചാര്യർ, ദക്ഷിണാമൂർത്തി സ്വാമി, പാർത്ഥസാരഥിയായിരിക്കും ശ്രീകൃഷ്ണൻ. അർജുനന് ഗീത ഉപദേശിക്കുമ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ ജ്ഞാനമുദ്രയാണ് ധരിച്ചിരുന്നത്. അപ്പം ജ്ഞാനമുദ്രയിലായിരുന്നിരുന്നത്. ജ്ഞാനമുദ്ര എന്ന് പേര്. അതായത് തർജനി എന്ന് പറയുന്ന ചൂണ്ടുവിരലും, തർജനി ചൂണ്ടുവിരൽ, ഇതാണ് തർജനി. അങ്കുഷ്ടം, അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ പെരുവിരൽ. അപ്പോൾ ഈ പെരുവിരലും ചൂണ്ടുവിരലും കൂടി യോജിപ്പിച്ചൊരു വൃത്തം പോലെ ആക്കുക. എന്നിട്ട് ബാക്കി 3 വിരലുകളെ മാറ്റിവെക്കുക. ഇതാണ് ചിന്മുദ്ര. ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര എന്ന് പറയും ഇതിനെ. ജ്ഞാനമുദ്ര എന്നും ചിന്മുദ്ര എന്നും പറയും. അതായത് പെരുവിരലും അങ്കുഷ്ടവും കൂടി, പെരുവിരലും ചൂണ്ടുവിരലും കൂടി ഒരു ചെറിയ വൃത്തമാക്കി വെച്ചിട്ട് ബാക്കി 3 വിരലുകളെ മാറ്റി നിർത്തുക. അതാണ് ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. അപ്പം ഈ ഇത് എന്നാ പറയുക, നമ്മളുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ട് അങ്കുഷ്ടവും പെരുവിരലും അല്ലേ, ജീവാത്മാവും പരമാത്മാവും
അത് രണ്ടും കൂടി ഒന്നാകും. എന്നിട്ട് ബാക്കി മനസ്സ്, ബുദ്ധി, അഹങ്കാരമാകുന്ന മനോബുദ്ധി അഹങ്കാരങ്ങളെ മാറ്റി നിർത്തും. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ യോജിച്ച് ബാക്കി അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അതിനെയൊക്കെ, അതാണ് ഈ 3 വിരലുകൾ. 3 വിരലുകൾ അതാണ് അഹങ്കാരം, ബുദ്ധി, മനസ്സെന്ന്. ചെറിയ വിരലാണ് മനസ്സ്, അതിൻ്റെ അടുത്തത് ബുദ്ധി. മനോബുദ്ധി അഹങ്കാര തത്വങ്ങളാണ് ഈ 3 വിരലുകൾ. അത് വേർപെട്ട് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ചിന്മുദ്ര എന്നും പറയാം, ജ്ഞാനമുദ്ര എന്നും പറയാം ഈ മുദ്ര കൊണ്ട് ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ ചെന്നാൽ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മഹാവാക്യമാണ്. തത് ത്വം അസി, അത് നീയാകുന്നു എന്നാണ് തത്വമസി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രതീകമാണെന്നർത്ഥം. അപ്പം ഇവിടെ ജ്ഞാനമുദ്രാരൂപിണിയായവൾ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യം പ്രാപിച്ച് മറ്റ് 3നെയും, മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 3 വിരലുകളെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുന്ന ആ 3 ശരീരങ്ങളാണത്. ആ 3 വിരലുകളെന്ന് പറയുന്ന 3 ശരീരം, 3 ഗുണങ്ങൾ, പിന്നെ 3 ശരീരം എന്ന് പറയുമ്പോൾ കാരണശരീരം, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം 3 ത്രിഗുണങ്ങളെന്ന് പറയുമ്പം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. പിന്നെ 3 അവസ്ഥ. നമ്മൾക്ക് മനുഷ്യർക്ക് 3 അവസ്ഥയുണ്ട് എല്ലാവർക്കും. അപ്പം 3 അവസ്ഥ എന്തൊക്കെയാണ്? ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്നു, സ്വപ്നാവസ്ഥയിൽ സ്വപ്നം കാണുന്നു, സുഷുപ്തി അവസ്ഥയിൽ നന്നായി ഉറങ്ങുന്നു. അപ്പം ഈ 3 അവസ്ഥകളെയും 3 ഗുണങ്ങളെയും 3 ശരീരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ 3 വിരലുകൾ. മറ്റേത് 2 വിരൽ ജീവാത്മാവും പരമാത്മാവും. അപ്പോൾ ഈ മുദ്രയാണ് ജ്ഞാനമുദ്ര. അപ്പം ജ്ഞാനമുദ്രാരൂപിണിയായി ഇരിക്കുന്നതും ദേവി തന്നെ. അടുത്ത നാമം ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടാൻ കഴിവുള്ളവൾ. അതായത് ദേശം, കാലം, വസ്തു ഒക്കെ പരിമിതമായിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും അനുഭവിച്ചറിയുന്നതും അല്ലേ? ദേവിയെ ഇങ്ങനെയൊന്നും പറ്റില്ല, ഒരു വിധത്തിലും അറിയാൻ കഴിയില്ല. ദേവിയെ ജ്ഞാനം കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതായത് ജ്ഞാനം കൊണ്ട് മാത്രം ഗമിക്കപ്പെടാൻ കഴിയുന്നവൾ. ദേശകാല വസ്തുപരിമിതമായ കാര്യങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ മാത്രമേ മറ്റ് മാർഗങ്ങളാൽ അറിയാൻ കഴിയുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തവളാണ് ദേവി. ഗുണാതീതയാണ് ദേവി. അതുകൊണ്ട് ദേവിയെ അറിയാൻ ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റൂ. എല്ലാ ഉപാധികളിൽ നിന്നും മുക്തയാണ് ദേവി. ഉത്തമ മാർഗമായ ജ്ഞാനം കൊണ്ട് മാത്രമേ ദേവിയെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മോക്ഷമാർഗവും ദേവീപ്രാപ്തിയും എല്ലാം ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ദേവിക്ക് പേര് ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടാൻ കഴിവുള്ളവൾ എന്ന് പറഞ്ഞാൽ ദേവിയെ അറിയണമെങ്കിൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം, ജ്ഞാനമുള്ളവരായിരിക്കണം എന്നർത്ഥം. അടുത്ത നാമമാണ് ജ്ഞാനജ്ഞേയ സ്വരൂപിണി. ജ്ഞാനവും ജ്ഞേയവും സ്വരൂപമായവൾ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന വസ്തു അല്ലേ? അപ്പം ഇവിടെ ദൃക്കും ദൃശ്യവും എന്ന് പറഞ്ഞാൽ, ദൃക്ക് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാവ്, അറിയുന്ന ആൾ, അത് ദൃഷ്ടാവ്, ജ്ഞാനം അല്ലേ? ഇനി അറിയപ്പെടുന്ന ദൃശ്യം, കാണപ്പെടുന്നത്, അറിയപ്പെടുന്ന ദൃശ്യമാണ് ജ്ഞേയം. അപ്പോൾ ദൃക്കും ദൃശ്യവും
അല്ലെങ്കിൽ ദൃഷ്ടാവും ദൃശ്യവും എന്ന് പറഞ്ഞാൽ ജ്ഞേയം അറിയപ്പെടുന്ന വസ്തു. അപ്പോൾ ദൃഷ്ടാവും അറിയപ്പെടുന്ന വസ്തുവും ദൃക്കും ദൃശ്യവും ദേവി തന്നെയെന്ന് കാണുന്നു. അപ്പോൾ ദൃഷ്ടാവും കാണപ്പെടുന്ന ദൃശ്യവും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്നർത്ഥം. അതാണ് ആ തത്വമസി. അതായത് പ്രപഞ്ചത്തിൻ്റെ സത്തയും എൻ്റെ സത്തയും ഒന്നാണ്. ദേവീ തത്വവും മനുഷ്യ തത്വവും ഒന്ന് തന്നെയാണ്, രണ്ടല്ല എന്ന് അറിയുന്നു. അതാണ് ജ്ഞാനജ്ഞേയ സ്വരൂപിണി, ജ്ഞാനവും ജ്ഞേയവുമായ സ്വരൂപമായവൾ എന്നർത്ഥം. അടുത്ത ശ്ലോകം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഈ ശ്ലോകം മാത്രമേ നമ്മൾ ഇതുവരെ 2 ശ്ലോകം എടുക്കുന്നുള്ളൂ. ദശമുദ്രാ സമാരാധ്യ, ആദ്യത്തെ നാമം ദശമുദ്രകളാൽ സമ്യക്കായി ആരാധിക്കപ്പെടേണ്ടവൾ. ത്രിപുരാശ്രീവശങ്കരി, ത്രിപുരാശ്രീവശങ്കരി, ത്രിപുരാശ്രീയെ വശീകരിക്കുന്നവൾ. പിന്നെ ജ്ഞാനമുദ്ര, ജ്ഞാനമുദ്രാരൂപിണിയായവൾ അല്ലെങ്കിൽ ചിന്മുദ്ര രൂപിണിയായവൾ. ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടേണ്ടവൾ അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ഗമിക്കുന്നവൾ എന്നർത്ഥം. അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് ഗമിക്കപ്പെടാൻ കഴിയുന്നവൾ ജ്ഞാനഗമ്യ. ദേവിയെ പ്രാപിക്കാൻ ജ്ഞാനമാർഗം കൊണ്ടേ പറ്റൂ, മറ്റ് മാർഗങ്ങളൊന്നും ഒന്നും കൊണ്ട് ദേവിയെ പ്രാപിക്കാൻ സാധ്യമല്ല എന്നുള്ളതിൻ്റെ ഇതാണ് ജ്ഞാനഗമ്യ എന്നത്. ജ്ഞാനജ്ഞേയ സ്വരൂപിണി, ജ്ഞാനവും ജ്ഞേയവും സ്വരൂപമായവൾ. ജ്ഞാനമെന്നതിന് ദൃക്കെന്നും ജ്ഞേയമെന്നതിന് ദൃഷ്ടാവെന്നും എടുക്കാം. അപ്പം ദൃക്കും ദൃഷ്ടാവ്, ദൃക്കെന്ന് പറഞ്ഞാൽ ദൃഷ്ടാവെന്നർത്ഥം, അറിയുന്ന ആൾ. അപ്പം അറിയുന്ന വസ്തു ഏതായിരിക്കും? ജ്ഞേയമാണ്, അത് ദൃശ്യം. അപ്പം ദൃക്കും ദൃശ്യവും ഒന്ന് തന്നെയാണ്, അത് രണ്ടും ദേവി തന്നെയെന്ന് അർത്ഥം. അതുകൊണ്ട് ജ്ഞാനജ്ഞേയ സ്വരൂപിണി, ജ്ഞാനവും ജ്ഞേയവുമായ സ്വരൂപത്തോടു കൂടിയവൾ എന്നർത്ഥത്തിൽ. അപ്പോൾ ഈ ശ്ലോകം ദശമുദ്രാ സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി. ഇത്രയും മതി. അടുത്ത ആഴ്ച അടുത്ത ക്ലാസ് വരും വരേക്ക് ഹരിയും അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരം.